കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മഹത്വകരമായിട്ടുള്ള ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 തൊട്ടിട്ട് സ്വതം 13 വരെയുള്ള ഭാഗം, അതിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള ഭാഗം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 10 കന്യകമാര്. ഈ 10 കന്യകമാര് മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയുന്നു, അതിൽ ബുദ്ധിയുള്ള 5 കന്യകമാര് വിളക്കെടുത്തപ്പോൾ എണ്ണ കൂടെ എടുത്തു. ബുദ്ധിയില്ലാത്ത 5 കന്യകമാര് വിളക്കെടുത്തപ്പോൾ എണ്ണ കൂടെ കരുതിയില്ല. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബുദ്ധിയുള്ള കന്യകമാര് അവർ വിളക്കിന്റെ കൂടെ എണ്ണ കൂടെ അഡീഷണൽ ആയിട്ട് വെച്ചിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു, പക്ഷെ എണ്ണ എടുത്തിട്ടില്ല. ഉള്ള എണ്ണ മതി എന്ന് പറഞ്ഞ് അവര് മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഈ 10 കന്യകമാരും മണവാളനെ സ്വീകരിപ്പാൻ വേണ്ടിയിട്ട്, എൻ്റെ മണവാളൻ വരും, ഞാൻ മണവാളനോടൊപ്പം സഞ്ചരിക്കും, മണവാളന്റെ കൂടെ പോകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 10 പേരും അവിടെ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അതിന്റെ 25-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള ഭാഗം. ആ ഭാഗം ഇങ്ങനെയാണ്: സ്വർഗരാജ്യ മണവാളനെ എതിരിപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ശ്രദ്ധിക്കണം, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണ എടുത്തു. സ്തോത്രം. അതിന്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്നൊരു ആർപ്പുവിളി അവിടെ ഉണ്ടാവുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, മണവാളൻ വരുന്നത് അർദ്ധരാത്രിയിലാണ്. പക്ഷേ അർദ്ധരാത്രിയിൽ വരുന്ന ഈ മണവാളനെ എതിരേൽപ്പാൻ 10 കന്യകമാരിയ്ക്കുന്നു. എന്നാൽ അതിൽ 5 പേര് മയക്കം പിടിക്കുന്നു, 5 പേർ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എത്ര പേരാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ട് മയക്കമില്ലാതെ ഉണർന്നിരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ എത്ര പേരാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? ഇവിടെ വചനം പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവർ വിളക്കിനോട് കൂടെ എണ്ണ എടുത്തു, ബുദ്ധിയില്ലാത്തവർ വിളക്കിന്റെ കൂടെ എണ്ണ എടുത്തിട്ടില്ല. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അതിന്റെ 8-ാമത്തെ വാക്യം: എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾക്ക് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാര് വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ആകയാൽ നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പൻ. ഇവിടെ പറയുന്ന മണവാളൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ പറയുന്ന 10 കന്യകമാര്, അത് 10 പേരും തികഞ്ഞ സ്തോത്രം മണവാളന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി സഭയെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഒരു മണവാട്ടി സഭയെ സംബന്ധിച്ച് അവൻ ഒരുങ്ങിയിരിക്കണം, 2 അവൻ ഉണർന്നിരിക്കണം, 3 മയങ്ങാതെ ഇരിക്കണം. സ്തോത്രം. ഈ 3 കാര്യം അവന് വളരെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പലരും ചോദിക്കുന്നുണ്ട്, യേശു എന്ന് വരും, യേശു എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, മണവാളൻ വരുന്ന അർദ്ധരാത്രിക്കാണ്. മണവാളൻ വരുന്നത് അർദ്ധരാത്രിക്കാണ്. പക്ഷേ മണവാട്ടി സഭയാകുന്ന കാന്ത, ഒരുങ്ങിക്കൊള്ളുക, കാലമിനി അധികമില്ല, ഒരുങ്ങിക്കൊള്ളുക, ബലം ധരിച്ചു കൊള്ളുക, ചാപമായി ശക്തീകരിച്ചു കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, മയക്കമില്ലാതെ നീ ഉണർന്നിരിക്കുക. എന്നാല് ഉണർന്നിരുന്നാൽ മാത്രം പോരാ, നിന്റെ സ്തോത്രം പാത്രത്തിൽ എണ്ണയുണ്ടോ എന്ന് നീ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എണ്ണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ്. നീ ഒരുങ്ങിയാൽ മാത്രം പോരാ, അഭിഷേകം നിന്റെ അകത്തുണ്ടോ നീ ശോധന ചെയ്യണം. കാരണം മണവാളനായ ക്രിസ്തുവിന്റെ കൂടെ മണവാട്ടി സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ എന്ന് ശോധന ചെയ്യണം. അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തികൾക്കും ദൈവരാജ്യ അവകാശമാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, മണവാട്ടി സഭയെ കാലമിനി അധികമേ ഇല്ല. നീ വേഗം തന്നെ ഒരുങ്ങിക്കൊള്ളുക, നിന്നിലുള്ള പ്രത്യാശയെ ഉണർത്തിക്കൊള്ളുക, ഉണർന്നിരിക്കുക, മയക്കമില്ലാതെ ഇരട്ടി അഭിഷേകത്തോടെ, ഇരട്ടി കൃപയോടെ എന്റെ ആത്മനാഥനാകുന്ന മണവാളൻ മധ്യാകാശത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഞാനും കൂടെ പോകും എന്ന പ്രത്യാശയോടെ ഇരിക്കുക. ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ കാഹളനാദത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ യേശുവിന്റെ വരവിൽ പ്രത്യാശയോടെ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയാം, മണവാളന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി സഭ, 1 ഉണർന്നിരിക്കുക, 2 മയക്കമില്ലാതിരിക്കുക, 3 ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക, 4 അഭിഷേകം പ്രാപിക്കുക. ഇന്ന് പൽക്കാല കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. 10 കന്യകമാരിൽ 5 കന്യകമാർ ബുദ്ധിയില്ലാതെ പോയതുപോലെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ. 5 പേർ ബുദ്ധി ഉള്ള 5 കന്യകമാർ വിളക്കെടുത്തപ്പോൾ എണ്ണ കൂടെ എടുത്തതുപോലെ കർത്താവേ, ഞങ്ങളെ ദൈവം ശക്തീകരിക്കണം, ഞങ്ങളെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരും സ്തോത്രം അഭിഷേകത്താൽ നിറയട്ടെ, അഭിഷേകത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ. ഇരട്ടി കൃപകളോട് കൂടെ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം അവരെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.